ആട്രിബ്യൂട്ട്സ് ഉള്ള സമയത്ത്, അതായത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന സമയത്ത് ആ പ്രോസസ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്. എഴുതൂ, കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്. നമ്മുടെ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിളിൽ രണ്ട് ടൈപ്പ് ചാർട്ടാണ് പഠിച്ചത്, എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും. ആട്രിബ്യൂട്ട്സിൽ വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ചാർട്ട് പഠിക്കാനുണ്ട്, സി ചാർട്ട്, പി ചാർട്ട്, എൻ പി ചാർട്ട്. ഓക്കെ, അത് ഓരോ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് ഓരോ ചാർട്ടാണ് വരിക. അതെന്താ നമുക്ക് ഓരോന്നും പറയാം. എഴുതും, കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സിന് എഴുതിയില്ലേ? Attributes are the quality characteristics. Attributes are the quality characteristics. Attributes are the quality characteristics. Are the quality characteristics that cannot be numerically measurable. That cannot be numerically measurable. Attributes are the quality characteristics that cannot be numerically measurable. These quality characteristics can be 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 either the number of defectives. These quality characteristics can be either the number of defectives, either the number of defectives or the number of defects. These quality characteristics can be either the number of defectives or the number of defects. Full stop. If the products do not meet quality specifications, if the products do not meet quality specifications, if the products do not meet quality specifications, they are called defectives. They are called defectives. They are called defectives. While any instance of articles lack of conformity, while any instance of articles lack of conformity to specifications is a defect. Thus, every defective product contains one or more defects. അതായത് നമ്മൾ പറഞ്ഞു ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. അപ്പൊ ഈ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സോ നമ്പർ ഓഫ്
നമ്പർ ഓഫ് ഡിഫക്ട്സ് ആവാം. ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ഉദ്ദേശത്തോടെയാണോ വാങ്ങുന്നത് ആ ഉദ്ദേശത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയാ. ഡിഫക്ട്സ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന, ഇപ്പൊ നമ്മള് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അപ്പൊ ആ ഡ്രസ്സിൽ എവിടെയെങ്കിലും കീറിയിരിക്കുന്നു, ചില ഭാഗങ്ങളിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കീറലുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ കീറലുകളെയാണ് നമ്മൾ ഡിഫക്ട്സ് എന്ന് പറയാ. ആ തുണിയെ മൊത്തമായിട്ട് നമ്മൾ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്നാണ് പറയാ. മനസ്സിലായോ? ഡിഫക്ട്സും ഡിഫക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഡിഫക്റ്റുകൾ വരുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയാ. ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ഒരു തുണി വാങ്ങുമ്പോൾ അതിൽ കീറലോ അല്ലെങ്കിൽ അത് തുണി പഴയതായത് മൂലം അതിന് വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെയുള്ള ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡിഫക്ട്സ് എന്ന് പറയാ. അത് മൊത്തമായിട്ട് വരുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയാം. മനസ്സിലായോ? ഇനി താഴെ എഴുതാം. Control charts for attributes. Control charts for attributes are of three types. Control charts for attributes are of three types. Control charts for attributes are of three types. First പഠിക്കാൻ പോകുന്നത് C chart. Small letter C hyphen ഇട്ടിട്ട് chart. C chart എന്ന് പറയുന്നത് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം. കൺട്രോൾ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ്. നമ്പർ ഓഫ് ഡിഫക്ട്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, ഇത് പഠിച്ചേക്കണം കേട്ടോ, ഓരോ ചാർട്ടും എന്തിനു വേണ്ടിയാണെന്ന്. C chart is for number of defects. So C chart നെ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കൺട്രോൾ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ്. കൺട്രോൾ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ്. താഴെ എഴുതാം. One of the important control chart for attributes. One of the important control chart for attributes. One of the important control chart for attributes is the C chart. It is designed to control. It is designed to control the number of defects per unit. It is designed to control the number of defects per unit. അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിലെ നമ്പർ ഓഫ് ഡിഫക്ട്സ്, ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലോട്ട് എടുക്കുമ്പോൾ അതിലെ നമ്പർ ഓഫ് ഡിഫക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് C ചാർട്ട്. There are many situations where the data are obtained by counting. There are many situations where the data obtained by counting and are of discrete type. For example, the number of ideal machines, the number of defects in castings, the number of air bubbles in glasses,
the number of air bubbles in glasses, etc. etc. are the examples were C chart is usually used. എഴുതിയോ? It may be of fixed time. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിക്സഡ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കും. അതിനെയൊക്കെയാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. It may be of fixed time. Length, area, It may be no, one unit may be of nedu. It may be of nalla, one unit may be of fixed time, length, area. It may be nalla, it may be ki pagaram, one unit may be of fixed time, length, area, or a group consisting of different units. Full stop. The theoretical basis for the C chart is derived from the Poisson distribution. The theoretical basis for the C chart is derived from the Poisson distribution. Full stop. In case of defects in units, the opportunity for the occurrence is very large, while the actual occurrence of defects tend to be small. This situation can be represented by a Poisson distribution. എഴുതിയോ? ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Attributes are the quality characteristics which cannot be numerically measurable. നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാ. ഇവിടെ നമ്മുടെ കേസിൽ അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്ട്സോ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സോ ആവാം. അപ്പൊ ആട്രിബ്യൂട്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് 3 ടൈപ്പ് കൺട്രോൾ ചാർട്ട് ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ചാർട്ട് ആണ് സി ചാർട്ട്. സി ചാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കൺട്രോൾ ചാർട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ്.
വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ചാർട്ട് ആണ് എന്ത് സി ചാർട്ട് എന്ന് പറയുന്നത്. ഈ ഡിഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ടാണ് നമ്പർ ഓഫ് ഐഡിയൽ മെഷീൻസ് ആവാം, അല്ലെങ്കിൽ എയർ ബബിൾസ് ഇൻ ഗ്ലാസസ് ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ടൈം ആവാം, അല്ലെങ്കിൽ ലെങ്ത് ആവാം, ഏരിയ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ എടുക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇവിടെ നമ്മൾ പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് സി ചാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. തിയററ്റിക്കൽ, അതായത് സി ചാർട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനുള്ള കാരണം നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആവാം, പക്ഷെ ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും വളരെ കുറവായിരിക്കും. അതായത് പി ടെൻസ് ടു 0 ആയിരിക്കും. പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, n ലാർജും പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ സ്മോളുമാണ്. റയർ ഇവന്റ്സിനാണ് നമ്മൾ പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക, അല്ലെ? അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇത് പ്രൊസീജിയർ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സി ചാർട്ട്. Procedure for the small letter C ആണ് ട്ടോ. Procedure for the construction of C chart. അതായത് let C denote, കാരണം നമുക്ക് കൺട്രോൾ ചാർട്ട് വരയ്ക്കണമെങ്കിൽ CL ഉം UCL ഉം LCL ഉം വേണം. അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ട്ടോ. Let C denote small letter C denote the number of defects counted. Let C denote the number of defects counted. C denote the number of defects counted in 1 unit of cloth of paper or any material. Let C denote the number of defects counted in 1 unit of cloth of paper or any material. Let C denote the number of defects counted in 1 unit of cloth of paper or any material. Find the mean. C bar equal to C1 plus C2 plus etc. plus Cn whole divided by n. Find ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ C എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിലെയും നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ്. അപ്പൊ മീൻ കണ്ടുപിടിക്കുക. നമുക്ക് അങ്ങനെയുള്ള n യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ യൂണിറ്റിലെയും നമ്പർ ഓഫ് ഡിഫക്ട്സ് C1 C2 etc. Cn ആണ്. അപ്പൊ അതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ C1 plus C2 plus etc. plus Cn divided by n. C bar ആണ് നമ്മുടെ മീൻ. Where C1 C2 etc. Cn are the defects counted in several such units. അതായത് നമ്മൾ n യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ n യൂണിറ്റുകളിലെ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ് C1 C2 etc. Cn. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം C ബാർ കണ്ടുപിടിച്ചു. C bar is the mean C1 C2 plus etc. plus Cn by n. Here central line equal to C bar. Here central line equal to C bar. Central line equal to C bar. Neither in a Poisson distribution the variance is equal to mean. അല്ലേ? Poisson distributionലെ മീനും വേരിയൻസും എന്താണ്? സെയിം ആണ്. In a Poisson distribution
mean equal to variance. That is sigma square is also equal to C bar or sigma equal to root of C bar. Poisson distribution മീനും വേരിയൻസും സെയിം ആണ്. സോ മീന് സി ബാർ ആണെങ്കിൽ വേരിയൻസും എന്ത് തന്നെയായിരിക്കും? സി ബാർ തന്നെയായിരിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റൂട്ട് ഓഫ് സി ബാർ. Based on this, the upper and lower control limits are given by, based on this, the upper and lower control limits are given by UCL equal to C bar plus 3 into root of C bar and LCL equal to C bar minus 3 into root of C bar. UCL equal to C bar plus 3 into root of C bar and LCL equal to C bar minus 3 into root of C bar. If the number of defects plotted on the chart lies within the control limits, then the process is said to be in control. Otherwise, the process is said to be out of control. ഒന്നുകൂടി പറയോ? If the number of defects plotted on the chart lies within the control limits, then the process is said to be in control. Otherwise, the process is said to be out of control. അതായത് സി ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ സി ചാർട്ടിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഓരോ യൂണിറ്റിലെയും നമ്പർ ഓഫ് ഡിഫക്ട്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഡിഫക്ട്സുകളെല്ലാം ആഡ് ചെയ്തിട്ട് എത്ര യൂണിറ്റ്സ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സി ബാർ കിട്ടും. ആ സി ബാർ ആണ് നമ്മുടെ സെൻട്രൽ ലൈൻ. നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് മീനും വേരിയൻസും സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ കൺട്രോൾ ലിമിറ്റ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തു? UCL equal to C bar plus 3 into root of C bar എന്നും LCL equal to C bar minus 3 into root of C bar എന്നും. എന്നിട്ട് ഈ നമ്പർ ഓഫ് ഡിഫക്ട്സും സാമ്പിൾ നമ്പറും യൂണിറ്റിന്റെ നമ്പറും നമ്മള് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ്സ് UCLന്റെയും LCLന്റെയും ഇടയിലാണ് ലൈ ചെയ്യണമെങ്കിൽ the process is said to be in control. Otherwise, the process is said to be out of control. സിമ്പിൾ ആണ്. ജസ്റ്റ് എന്താണ് സി ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡിഫക്ട്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ചാർട്ട് യൂസ് ചെയ്യുക. അതിന് അവിടെ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൺട്രോൾ ലിമിറ്റ്സ് എന്താണെന്നും കൂടി പഠിച്ചു വെക്കുക. അത്രേ ആവശ്യമുള്ളൂ. മനസ്സിലായോ? ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. 10 pieces of cloth out of 4 different rolls of equal length contained the following number of defects. Defects in the end 1, 3, 5,
ഒന്നുകൂടി പറയാം. 1,3,5 0 6 0 9 4 again 4 3. 10 പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് അതിലെ ഡിഫക്ട്സിന്റെ എണ്ണം എണ്ണിയപ്പോ നമുക്ക് കിട്ടിയത് 1,3,5,0,6,0,9,4,4,3. എഴുതിയോ? Draw a control chart. Draw a control chart. Draw a control chart. Draw a control chart for the number of defects. Draw a control chart for the number of defects. And state whether the process is in state of statistical control. And state whether the process is in statistical control. And state whether the process is in statistical control. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? C1, C2, C3, etc. C10. 10 പീസ് ഓഫ് ക്ലോത്തിന്റെ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ C1, C2, etc. C10 തന്നിട്ടുണ്ട്. അപ്പൊ C ബാർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ചെയ്യേണ്ട ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. C ബാർ എന്ന് പറഞ്ഞാൽ 1 + 3 + 5 + etc. +3 all divided by 10. അതാണ് എന്ത് നമ്മുടെ C ബാർ. ഇനി C ബാർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ UCL = C bar plus 3 into root of C bar. LCL = C bar minus 3 into root of C bar. അതിനുശേഷം LCL ഉം UCL ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ 0 ആയിട്ടാണ് ചൂസ് ചെയ്യുക. കാരണം ലോവർ നമ്പർ ഓഫ് ഡിഫക്ട്സിന്റെ ലോവർ കൺട്രോൾ ലിമിറ്റ് ഒരിക്കലും നെഗറ്റീവ് നമ്പർ കിട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ നമ്മൾ അതിനെ 0 ആയിട്ടാണ് ചൂസ് ചെയ്യുക. ഏതെങ്കിലും കൺട്രോൾ ലിമിറ്റ് നെഗറ്റീവ് ആയാൽ അതിനെ നമ്മൾ 0 ആയിട്ടാണ് ചൂസ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ സാമ്പിളിന്റെ എണ്ണം, ഇവിടെ 10 സാമ്പിൾ നമ്പേഴ്സ് ആണ് ഉള്ളത്. സാമ്പിൾ നമ്പറും ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡിഫക്ട്സും പ്ലോട്ട് ചെയ്യാം. നമ്പർ ഓഫ് ഡിഫക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. സാമ്പിൾ നമ്പർ 10 എന്നാണ്. എന്നിട്ട് അതില് കൺട്രോൾ ലിമിറ്റും UCL ഉം LCL ഉം വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാ നമ്പർ ഓഫ് ഡിഫക്ട്സും UCLന്റെയും LCLന്റെയും ഇടയിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ, അതർവൈസ് ദ പ്രോസസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. മനസ്സിലായോ? ചെയ്യൂ. എല്ലാവരും ചെയ്യണം കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാമ്പിൾ ഇത് 2 3 4 5 6 9.112ക്കും 0ക്കും ഇടയിലാണ് നോക്കാം. -3 into
3.5 അല്ലേ? 9.1124. ഗായത്രി ചെയ്തോണ്ടിരിക്കും. സി ബാർ എത്ര കിട്ടിയ? സി ബാർ 3.5. 3.5. UCL 9.112. 9.112. LCL -2.112. അപ്പൊ എന്തെടുക്കണം? മൈനസ് വന്നോണ്ട് അതിന് നമ്മള് 0 ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പൊ നമ്മള് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ LCL എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് തന്നെയായിരിക്കും. UCL 9.112 CL 3.5 ആണ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സാമ്പിൾ ഇവിടെ 0, 1, 2 എക്സെട്ര അപ് ടു 10 വരെ ഉണ്ടാവും. പിന്നെ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആയതുകൊണ്ട് അത് നമുക്ക് 1, 2, 3 അങ്ങനെ തന്നെ ചൂസ് ചെയ്യാം. 1, 2, 3 എക്സെട്ര അപ് ടു നമുക്ക് മാക്സിമം 10 വരെ ഉള്ളൂ. അപ്പൊ സാമ്പിൾ സൈസ് UCL എന്ന് പറഞ്ഞാൽ 9 എന്ന് പറയുമ്പോൾ ഇവിടെ വരും UCL. CL എന്ന് പറയുന്നത് 3.5 ഏകദേശം ഇവിടെ വരും. ഇത് തമ്മിലുള്ള പോയിന്റ്സ് എല്ലാം UCLന്റെയും LCLന്റെയും ഇടയിലാണോ നോക്കുക. ഫസ്റ്റ് സാമ്പിളിന് 1 തന്നെയാണ്, സെക്കൻഡിന് 3 ആണ്, തേർഡിന് 5 ആണ്, 6ന് 0 ആണ്. ഇങ്ങനെ പോകും. ഗ്രാഫ് വരുമ്പോ ഇങ്ങനെ പോകും. പിന്നെ അങ്ങനെ പോകും, മേലേക്ക് പോകും. അത് വരയ്ക്കണം. അല്ലെങ്കിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡോട്ടുകൾ ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ എല്ലാ സാമ്പിൾ പോയിന്റ്സും കൺട്രോൾ ലിമിറ്റിന്റെ എന്തിലാണ് ലൈവ് ചെയ്യുന്നത്? കൺട്രോൾ ലിമിറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ലൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് the process is set to be in control. അല്ലേ? All the points lie within the control limits. All the points lie within the control limits in the above control chart. All the points lie within the control limits in the above control chart. Hence, the process is in statistical control.
examination of equal length of clothes, doing an examination of equal length of clothes, doing an examination of equal length of clothes, the following number of defects were observed. The following number of defects were observed. During an examination of equal length of clothes, the following number of defects were observed. Values പറയാം 2, 3, 4, 0, 5, 6, 7, 4, 3, 2. ഒന്നുകൂടി പറയാം 2, 3, 4, 0, 5, 6, 7, 4, 3, 2. Draw a control chart for the number of defects. Draw a control chart for the number of defects. Draw a control chart for the number of defects. And comment whether the process is under control. And comment whether the process is under control. And comment whether the process is under control. ഇവിടെയും എത്രയാ 10 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ C10, C1, C2, etc. C10 തന്നിട്ടുണ്ട്. സി ബാറും UCLും LCLും കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ചെയ്തപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കാം. ചെയ്യാലോ? ചെയ്യും. ചെയ്യുന്നില്ലേ? ആദിത്യൻ മിസ് ഹലോ. എത്ര കൺട്രോളിംഗ് മിക്സ് പറയൂ. C-3.6 നീട്ടി. C' അല്ല CL അല്ലേ, C ബാർ.
ആ സി ബാർ അപ്പോൾ എത്രയാ 3.6. 3.6. ആ പിന്നെ UCL എത്രയാ? UCL 9.29. 9.29. LCL LCL -2.09. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? 0 ആയിട്ട്. 0 ആയിട്ട് എടുക്കും. നീ ഗ്രാഫ് വരയ്ക്കുക കേട്ടോ. ആ കിട്ടിയോ? എന്താ കിട്ടിയേ? പ്രോസസിങ് കൺട്രോൾ ആണോ? എല്ലാ പോയിന്റ്സും UCLന്റെയും LCLന്റെയും ഇടയിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത്. സോ ദ പ്രോസസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഇല്ലേ? കിട്ടി. ശ്രീലക്ഷ്മി മോൾ കിട്ടിയോ? അഖില, കിട്ടി മിസ്. ഗോപികയ്ക്കോ? മിസ്സേ കിട്ടി. ആതിര, ആതിര, അർച്ചന. മിസ്സേ കിട്ടി. ഓക്കെ, ബാക്കി ഇനിയുള്ള 2 ചാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മിക്കവാറും അടുത്ത 2 ക്ലാസ്സോട് കൂടി നമ്മുടെ പോർഷൻസ് ഏകദേശം അവസാനിക്കും. നെക്സ്റ്റ് വീക്കും കൂടി കൊണ്ട് നമ്മുടെ 4th സെം അവസാനിപ്പിക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്കൊരു പിന്നെ എക്സ്ട്രാ ഒരു ക്ലാസ്സിന്റെ കൂടി ആവശ്യം ഉണ്ടാവുള്ളൂ. എടുക്കുന്ന കാര്യങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്.